ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് കപ്പലണ്ടി, മസാല കപ്പലണ്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ടൊരു 1/2 കിലോ കപ്പലണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 കൂടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഇത് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ക്രിസ്പിയായി വേണം, അതുവരെയാണ് വറുത്തെടുക്കാം. കപ്പലിൻ്റെയൊക്കെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ചവച്ച് നോക്കുമ്പോൾ അറിയാം ഇത് മൂത്തിട്ടുണ്ട്. കളർ മാറും ഇന്നത്തെ കാര്യം. പിന്നെ നമുക്കിത് കോരി മാറ്റാം, എണ്ണയില്ലാതെ കോരി മാറ്റാം. കപ്പലണ്ടി എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂക്കണം കേട്ടോ, മൂത്ത് വരട്ടെ. ഇനി കപ്പലണ്ടി എടുത്ത് പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ. പച്ചക്കപ്പലണ്ടിയാണ് കഴുകി വെച്ചിട്ട് എണ്ണയിൽ വറുത്തെടുത്തത്. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളകാണ്. ഇനി ഒരു 2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കുക, കായപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കപ്പലണ്ടിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിലുള്ളൊരു മസാല കപ്പലണ്ടിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.